ട്രോളിംഗ് നിരോധനം തുടങ്ങി 2 ആഴ്ച പിന്നിട്ടിട്ടും കോഴിക്കോട് ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ ലഭിക്കുന്നില്ലെന്ന പരാതി. അർഹമായ റേഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. 52 ദിവസം നീണ്ടുനിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-നാണ് അവസാനിക്കുക. കോഴിക്കോട് നിന്ന് ആനന്ദ് പുത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്നത് വറുതിക്കാലമാണ്. ഈ മാസം ജൂൺ 9-ന് ആരംഭിച്ച ട്രോളിംഗ് നിരോധനം 2 ആഴ്ച പിന്നിട്ടിട്ടും ഈ സമയത്ത് ലഭിക്കേണ്ട സൗജന്യ റേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നമുക്കറിയാം 52 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നത് ജൂലൈ 31-ന് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും അധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ നരകയാതനയോടെ കടന്നു പോകുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സമാശ്വാസ പദ്ധതികൾ ലഭിക്കുന്നില്ല എന്നതിന് പുറമെ ഇത്തരത്തിൽ അവരുടെ അടിസ്ഥാന ആവശ്യമായ സൗജന്യ റേഷൻ ലഭിക്കാത്തത് കൂടി ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർത്തുന്നത്. നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിക്കാം. റേഷൻ കിട്ടിയിട്ട് എത്ര കാലമായി സൗജന്യ റേഷൻ സാധാരണഗതി കിട്ടേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ അന്വേഷിച്ചപ്പോൾ റേഷൻ ഷാപ്പിലൊന്നും സൗജന്യ റേഷൻ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതന്നെയാണ് അവസ്ഥ. കുറേ ആളുകൾക്ക് സൗജന്യ റേഷൻ വന്നിട്ടില്ല, കൊടുത്തിട്ടില്ല എന്നാണ് അറിയാം. ഈ പ്രാവശ്യം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുടെ സംസാര സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇതുവരെ എത്തിയിട്ടില്ല. രണ്ടാമത് 6 മാസമേ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും ബോട്ടുകാർക്കും പണിയില്ലാഞ്ഞിട്ട് നേരത്തെ തന്നെ പ്രാവശ്യം പണി കഴിഞ്ഞിന് വളരെ ദാരിദ്ര്യത്തിലാണ് ഈ മേഖല കടന്നു പോകുന്നത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഈ വിവാദത്തെ പറ്റി ചിന്തിക്കുന്നില്ല എന്ന് തന്നെ പറയണം. സംഗതി ഇതൊരു എന്താ പറയുക, ഇവരെ കാര്യങ്ങൾ ഏറ്റുപറയാൻ ആളുകളില്ലാത്തൊരവസ്ഥയിലാണ് ഈ മേഖല. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടികൾ ഉണ്ടാവുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത്. തീർച്ചയായും. അതായത് ഈ കോഴിക്കോട് ജില്ലയിലെ പുതിയാപ്പ മേഖലയിൽ തന്നെ ഏകദേശം 4000-ഓളം മത്സ്യത്തൊഴിലാളികളുണ്ടെന്നാണ് കണക്ക് വരുന്നത്. ഈ റേഷനുമായി ബന്ധപ്പെട്ട് അധികാരികളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ റേഷൻ കടയുടമകളോട് സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അരികളൊന്നും ഇതുവരെ സ്റ്റോക്ക് എത്തിയിട്ടില്ല എന്നാണ് റേഷൻ കടയുടമകൾ പറയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് സർക്കാർ ഇവർക്ക് നേരെ കണ്ണു തുറക്കണമെന്ന് തന്നെയാണ് ഉയരുന്ന ആവശ്യം.